കഴിഞ്ഞ കാലത്ത് ഇവിടെ ചികിത്സ തേടിയെത്തിയ ഒരു വ്യക്തിയുടെ അനുഭവമാണ്. ഇദ്ദേഹം ഒരു 34 വയസ്സ് പ്രായം വരുന്ന വ്യക്തിയാണ്. അരോഗ ദൃഢഗാത്രനാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് സമീപകാലത്ത് ഒരു 6 മാസം മുൻപ് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. ഗേൾ ഫ്രണ്ടും സെക്സിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വടക്കേ ഇന്ത്യയിലേക്ക് ഒരു ടൂർ പോയി. ഒരാഴ്ചത്തെ ടൂറാണ്. വീട്ടിലൊക്കെ പറഞ്ഞ് ബിസിനസ് ടൂറുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോകുന്നു. അങ്ങനെ അവിടെ ചെന്നു. ഈ ഗേൾ ഫ്രണ്ടും ലഹരി ഉപയോഗിക്കുന്നതിൽ വളരെ മുന്നിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ഇവർ തമ്മിലുള്ള പരിചയം തന്നെ വരുന്നത് ലഹരി ഉപയോഗത്തിലൂടെയാണ്. അങ്ങനെ കണ്ടുകിട്ടിയ ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ രണ്ടുപേരും ലഹരി ഉപയോഗിക്കും. മദ്യവും മറ്റ് മയക്കുമരുന്നുകളും ഒക്കെ രണ്ടുപേരും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തോ ലഹരി ഉപയോഗിച്ചു. ഒരു ദിവസം രാത്രിയിൽ വളരെ വിഗ്രസ്സായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിൽ ഇടപെട്ടു. ആളിൻ്റെ മനസ്സിൽ ഇവളെ എങ്ങനെയും തൃപ്തിപ്പെടുത്തണം എന്ന് വാശിയോടുകൂടി വളരെ ബലവത്തായിട്ട് ഒരുപാട് ശക്തമായിട്ട് ബന്ധപ്പെടാൻ നോക്കി. പെനീസ് എവിടെയോ പോയി ഇടിച്ചു. ഒരു പക്ഷേ കട്ടിലായിരിക്കാം, ബെഡിലായിരിക്കാം. സുബോധമില്ലാതിരുന്നുകൊണ്ട് എവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പെനീസിൽ കടുത്ത വേദന അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവിടെ വെച്ച് നിർത്തി ബന്ധം. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും നല്ല നീര്, ബന്ധപ്പെടാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നല്ല കടുത്ത വേദന. അവിടെ തന്നെ ഒരു ലോക്കൽ ഫിസിഷ്യനെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വേദനയ്ക്കും നീര് വറ്റാനുമുള്ള മരുന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോയിട്ട് യൂറോളജിസ്റ്റിനെ കാണുക. അങ്ങനെയാണ് ഇവിടെ ചികിത്സയ്ക്ക് എത്തിയത്. അത് പെനൈൽ ഫ്രാക്ചർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ശക്തമായ ദൃഢമായിരിക്കുന്ന ലിംഗം എവിടെയെങ്കിലും ശക്തിയിൽ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഫ്രാക്ചറാണ് ആ വ്യക്തിക്കുണ്ടായത്. അപ്പോൾ ലഹരി ഉപയോഗിച്ച് ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ ആ ഒരു സുബോധമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം. അങ്ങനെ വിഗ്രസ്സായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബെഡ്റൂമിൽ സർക്കസ് നടത്തേണ്ടതല്ല. ഇത് സർക്കസോ ഒരു ഗുസ്തി മത്സരമോ ഒന്നും അല്ല. ഒരു ഗുസ്തിയിലാണെങ്കിൽ മത്സരത്തിൽ പിടിച്ച് മറ്റേ ശത്രുവിനെ കീഴ്പ്പെടുത്തിയേ പറ്റൂ, അപ്പോഴേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഇവിടെ അങ്ങനെ ജയവും പരാജയവും ഒന്നുമില്ല. മ്യൂച്വലി ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പാണ്. മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി ടു ഗീവ് ആൻഡ് ടേക്ക്, റിസീവ്, അതാണ് വേണ്ടത്. അതിന് പകരം ഒരു ദ്വന്ദ്വയുദ്ധത്തിൻ്റെ രീതിയിൽ സെക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ലഹരി ഉപയോഗിച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഇടപെടാതിരിക്കുകയാണ് ഉത്തമം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.